ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിൻ്റെ 5 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ മനില താൽപ്പര്യം പ്രകടിപ്പിച്ചു. പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം എന്നിവയാണ് ബന്ധത്തിൻ്റെ പ്രധാന സ്തംഭങ്ങൾ. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മാർക്കോസിൻ്റെ ഉഭയകക്ഷി ചർച്ചകളുടെ അജണ്ടയും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യ സന്ദർശനമെന്ന് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ചൊവ്വാഴ്ച പറഞ്ഞു. ഭാവിയിലെ ഉഭയകക്ഷി സഹകരണത്തിനും പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഇരു രാജ്യങ്ങൾക്കും ഈ സന്ദർശനം ഒരു അവസരമായിരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രസിഡന്റിൻ്റെ സന്ദർശനത്തിന് 2 ദിവസം മുമ്പ് ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ ഗുണനിലവാരവും താങ്ങാനാകുന്ന വിലയും ചൂണ്ടിക്കാട്ടി ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധ സംവിധാനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫിലിപ്പൈൻസ് ആയുധ മേധാവി റോമിയോ ബ്രൗൺ പറഞ്ഞു. ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങൾ വളരെ നല്ല നിലവാരത്തിലുള്ളതാണെന്നും കൂടുതൽ ആയുധങ്ങളിൽ താൽപ്പര്യമുണ്ടെന്നും ഫിലിപ്പൈൻസ് വ്യോമസേന മേധാവി അടുത്തിടെ തന്നെ പറഞ്ഞിരുന്നു. മനിലയിലേക്ക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ച ബ്രൗണർ, ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിച്ച 2 മിസൈൽ സംവിധാനങ്ങൾ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഫിലിപ്പൈൻസിൽ എത്തുമെന്ന് പറഞ്ഞു. ദക്ഷിണ ചൈന കടലിലെ ചൈനയുമായുള്ള ഫിലിപ്പൈൻസിൻ്റെ സമുദ്ര തർക്കം, അതുമായി ബന്ധപ്പെട്ട തർക്ക ജലാശയത്തിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഫിലിപ്പൈൻസ്. ദക്ഷിണ ചൈന കടൽ അതിലെ ചില ഭാഗമാണ് തർക്ക വിഷയവുമായി ബന്ധപ്പെട്ടത്. മനില ആ ഭാഗത്തിന് പശ്ചിമ ഫിലിപ്പൈൻ കടൽ എന്ന് വിളിക്കുന്നു. പശ്ചിമ ഫിലിപ്പൈൻ കടൽ എന്നത് ഫിലിപ്പൈൻ സർക്കാർ രാജ്യത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ദക്ഷിണ ചൈന കടലിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് പരാമർശിക്കുന്നത്. ഇത് മുഴുവൻ ദക്ഷിണ ചൈന കടലും അല്ല. ഇപ്പോൾ ദക്ഷിണ ചൈന കടലിൽ സംയുക്ത പെട്രോളിങ്ങിനായി ഇന്ത്യയും ഈ ആഴ്ച ഫിലിപ്പൈൻസിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുമായുള്ള ഫിലിപ്പൈൻസിൻ്റെ അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ സൗത്ത് ചൈന സീയെക്കുറിച്ചുള്ള ബെയ്ജിങ്ങിൻ്റെ വിപുലമായ അവകാശവാദങ്ങളെ നിരാകരിക്കുന്ന 2016 ആർബിട്രൽ ട്രൈബ്യൂണൽ വിധി പാലിക്കാൻ ചൈനയോട് വ്യക്തമായി ആവശ്യപ്പെടുന്നതിൽ ഇന്ത്യ 2023 മനിലയുമായി യോജിച്ചു. 2016 ഹേഗിലെ പെർമനൻ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ചൈനയ്ക്കെതിരായ ഒരു സുപ്രധാന ആർബിട്രേഷൻ വിധിയിലൂടെ ഫിലിപ്പൈൻസ് വിജയിച്ചു. പശ്ചിമ ഫിലിപ്പൈൻ കടൽ ഉൾപ്പെടെ ഏതാണ്ട് മുഴുവൻ ദക്ഷിണ ചൈന കടലിനും മേലുള്ള ബെയ്ജിങ്ങിൻ്റെ അന്നത്തെ അവകാശവാദം അന്താരാഷ്ട്ര കോടതി തള്ളിക്കളഞ്ഞു. ഫിലിപ്പൈൻസിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയുടെ ആയുധങ്ങളുടെ വിലയിലെ ഇളവ്, നാവിക അസറ്റുകൾ വാങ്ങൽ, സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് പരിശീലനത്തിൻ്റെയും സംയുക്ത അഭ്യാസങ്ങളുടെയും വിപുലീകരണം എന്നിവയെക്കുറിച്ചും മോദിയും മാർക്കോസും ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനിലയുടെ അഭിപ്രായത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിയമം, സംസ്കാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ 6 കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യയും ചൈനയും ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് മോദി മാർക്കോസ് കൂടിക്കാഴ്ച നടക്കുന്നത്. ദക്ഷിണ ചൈന കടൽ വിഷയത്തിൽ ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ഈ യോഗത്തിൽ എത്രത്തോളം ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. മാർക്കോസിൻ്റെ അടുത്തിടെയുള്ള US സന്ദർശന വേളയിൽ ഫിലിപ്പൈൻസ് ചൈനയുമായി ഒത്തുപോയാൽ തനിക്കൊന്നുമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് വികസന സഹകരണം ഉഭയകക്ഷി ബന്ധത്തിൻ്റെ മറ്റൊരു നിർണായക വശമാണ്. 2023 ഫെബ്രുവരി 7 ഒപ്പുവെച്ച QIPകൾ നടപ്പിലാക്കുന്നതിനുള്ള ഇന്ത്യൻ ഗ്രാൻഡ് സഹായത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിൻ്റെ കീഴിൽ ഫിലിപ്പൈൻസിൽ കൃഷി, ദുരന്ത സാധ്യത കുറയ്ക്കൽ, ആരോഗ്യ സംരക്ഷണം, ഉപജീവന സഹായം എന്നീ മേഖലകളിൽ 6 ക്വിക്ക് ഇമ്പാക്റ്റ് പ്രോജക്റ്റുകൾ, അതാണ് QIP, ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലാണ് ഫിലിപ്പൈൻസിന് ഇന്ത്യ 2ാമത്തെ ബാച്ച് ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റ് കൈമാറിയത്. അതായത് $3.7 കോടി ഇടപാടാണ് ഈ 2 രാജ്യങ്ങളും തമ്മിൽ
ബ്രഹ്മോസ് മിസൈലിനായി ഇപ്പോൾ നടന്നത്. 2022 ഇതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം 3 ബ്രഹ്മോസ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ കൈമാറേണ്ടത്. ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇന്തോനേഷ്യയുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. $4.5 കോടി ഇടപാടാണ് ഇന്തോനേഷ്യയുമായി പ്രതീക്ഷിക്കുന്നത്. 6.25 കോടിയുടെ ഇടപാടാണ് വിയറ്റ്നാമുമായി ഉണ്ടാകുന്നത്. നേരത്തെ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിയറ്റ്നാമിന് ഇന്ത്യ $1 കോടി ലൈൻ ഓഫ് ക്രെഡിറ്റായി 12 ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾ ഇന്ത്യ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ഇപ്പോൾ പല രാജ്യങ്ങളിലും മാർക്കറ്റ് കൂടുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ സംവിധാനം, അതുപോലുള്ള അനവധി ഇന്ത്യൻ ആയുധ സംവിധാനങ്ങളെ വാങ്ങാൻ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാരണം താങ്ങാനാവുന്ന വിലയും ഗുണമേന്മയും തന്നെയാണ്. അതിനിടെ ശക്തമായ തിരിച്ചടി ചൈനയ്ക്ക് നൽകിക്കൊണ്ട് ഇന്ത്യയും ഫിലിപ്പൈൻ നാവികസേനയും പശ്ചിമ ഫിലിപ്പൈൻ കടലിൽ ആദ്യത്തെ സംയുക്ത അഭ്യാസം നടത്തി. പങ്കെടുത്ത കപ്പലുകൾ BRP മിഗുവൽ മാൽവർ, BRP ജോസ് റിസാൽ, INS ഡൽഹി, INS കിൽത്താൻ, INS ശക്തി എന്നിവ ഉൾപ്പെടുന്നു. ശരിക്കും ഇന്ത്യൻ നാവികസേന ആദ്യമായിട്ടാണ് ഇത്തരമൊരു തന്ത്രപരമായ ഒരു സൈനിക നീക്കം, അതും ചൈനയുടെ മൂക്കിൻ്റെ കീഴിൽ നടത്തുന്നത്. മേൽ പറഞ്ഞ പോലെ ചൈനയുമായി ഫിലിപ്പൈൻസിനുള്ള സമുദ്ര അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഫിലിപ്പൈൻസും ഇന്ത്യയും സൈനികാഭ്യാസം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കെതിരായ ഒരു സൈനിക സഖ്യം ഏഷ്യയിൽ തന്നെ രൂപപ്പെട്ടു വരികയാണ്. കാരണം പല രാജ്യങ്ങളും, ഈ മേഖലയിലെ പല രാജ്യങ്ങളും ചൈനയുമായി ഈ സമുദ്ര തർക്കമുള്ള രാജ്യങ്ങളാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ സൈനികാഭ്യാസം തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സമാപിച്ചത്. ഫിലിപ്പൈൻ സൈനിക മേധാവി ജനറൽ റോമിയോ ബ്രൗണർ പറയുന്നത്, കൂടുതൽ ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് കൂടുതൽ സഹകരണത്തോടെ മുന്നോട്ട് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. യുദ്ധം തടയാൻ ഫിലിപ്പൈൻസിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ബ്രൗണർ പറയുന്നു. അതിനുള്ള പ്രധാന മാർഗം ഫിലിപ്പൈൻസിൻ്റെ സായുധ സേനയെ ആധുനികവൽക്കരണത്തിലൂടെ ശക്തിപ്പെടുത്തണം. രണ്ടാമതായി സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രങ്ങളുമായി പങ്കാളിത്തം സ്ഥാപിക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഇന്ത്യയുമായി ചെയ്യുന്നത്, അദ്ദേഹം കഴിഞ്ഞയാഴ്ച പറഞ്ഞു. 2 ഏഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകുന്നതിനെ ബ്രൗണർ സ്വാഗതം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഭൗമരാഷ്ട്രീയമായി സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഒന്നിൽ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത, നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമം എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ സംയുക്തമായിട്ടുള്ള ഈ നാവികാഭ്യാസം നടത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വേണ്ടി ചൈന അവിടേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2 യുദ്ധക്കപ്പലുകൾ അവിടെ ചൈന അയച്ചു. എന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് ജനറൽ റോമിയോ ബ്രൗണർ പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ ഫിലിപ്പൈൻസിലെത്തിയത് വെറുമൊരു ചടങ്ങിനല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിലെ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യത്തിന്റെ ശക്തമായ സന്ദേശമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെ നാവികസേനകൾ ഈ സംയുക്ത അഭ്യാസം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വെറും 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചൈനീസ് യുദ്ധക്കപ്പലുകൾ ഈ അഭ്യാസം നിരീക്ഷിക്കാൻ എത്തിയത്. സ്വാഭാവികമായുള്ള ഒരു പെട്രോളിംഗ് മാത്രമാണെന്നാണ് ചൈനീസ് സൈന്യത്തിൻ്റെ വിശദീകരണം. എന്നാൽ ചൈന ഫിലിപ്പൈൻസിന് ഒരു മുന്നറിയിപ്പ് നൽകി. ഈ തർക്ക പ്രദേശത്തൊക്കെ പുറത്തു നിന്നുള്ള രാജ്യങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത് അത്ര ശരിയല്ലെന്നാണ് ചൈന ഫിലിപ്പൈൻസിന് ഇന്ത്യയുടെ പേരെടുത്ത് പറയാതെ മുന്നറിയിപ്പ് നൽകിയത്. അതിർത്തി പ്രശ്നങ്ങൾ അതാത് രാജ്യങ്ങൾ തന്നെ പരിഹരിക്കണമെന്നും മറ്റൊരു കക്ഷി അതിൽ ഇടപെടുത്തരുതെന്നുമാണ് ചൈന പറയുന്നത്. ഈ ഫിലിപ്പൈൻസ് മാത്രമല്ല കേട്ടോ, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ ദക്ഷിണ ചൈന കടലിൽ അവകാശവാദം ഉന്നയിക്കുകയും ചൈനയുമായുള്ള വിരുദ്ധ നിലപാടുകൾ പുലർത്തുകയും ചെയ്യുന്നുണ്ട്.